വേഗത്തിൽ നല്ല ഗോബി മഞ്ചൂരിയൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വളരെ ഈസിയായിട്ട് റെഡിയാക്കി എടുക്കാനും നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഗോബി മഞ്ചൂരിയൻ റെഡിയാക്കി എടുത്തത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കോളിഫ്ലവർ എല്ലാം കഴുകി നല്ല വൃത്തിയായിട്ട് നമ്മളിതുപോലെ അടർത്തി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് നോക്കിയെടുക്കണം, പുഴുക്കൾ കാണും. കോളിഫ്ലവർ കൊണ്ടുവന്ന ഉടനെ നമ്മൾ അയല ഭാഗം എല്ലാം മാറ്റിയിട്ട് നമ്മൾ പൊടിച്ചെടുക്കത്തില്ലേ അവിടെ മുകളിലോട്ടാക്കി പൂക്കൾ താഴേക്കാക്കി ഒരു നല്ല മുങ്ങത്തക്ക വിധത്തിൽ വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. പുഴുക്കളെല്ലാം അങ്ങ് ചത്തങ്ങ് പൊങ്ങിക്കോളും. പിന്നെ നമ്മളിതുപോലെ നോക്കിയെടുത്ത് പിന്നെ ഉപയോഗിക്കാം കേട്ടോ. അല്ലാതെ എടുക്കല്ലേ, ഒരുപാട് പുഴുക്കളുണ്ട്. പച്ചപ്പുഴുക്കളും വലിയ പുഴുക്കൾ വരെ ഇപ്പോൾ എനിക്കിതിനകത്തൊന്ന് കിട്ടി ഞാൻ ക്ലീൻ ചെയ്തപ്പം. പാത്രത്തിൽ വെള്ളം വെച്ച് തിളപ്പിക്കാം. അതിലോട്ട് ഇച്ചിരി ഉപ്പിടാം. നമുക്ക് എന്നിട്ട് ഫ്ലവർ ഇട്ടൊരു 3-4 മിനിറ്റ് ഒന്ന് പിന്നെ വാടി കഴിയുമ്പോൾ എടുത്ത് മാറ്റി വയ്ക്കണം. കോളിഫ്ലവർ എടുത്തിടുക. ഒരുപാട് വെന്ത് പോകണ്ട, ഒരു 2 മുതൽ 4 വരെ മിനിറ്റ് അത് മതി കേട്ടോ, മതിയാവും. ഇനി ഇത് കോരിയെടുക്കാം. ഒരു കിഴുത്തത്തവി ഉണ്ടായിരുന്നു, എനിക്കതിപ്പോൾ കാണുന്നില്ല, അതുകൊണ്ട് ഞാനിതിങ്ങനെ എടുക്കുക. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയും. കൈ പൊള്ളി വെന്ത് പോരുത്, അത്രയേ ഉള്ളൂ കേട്ടോ, അത്രയേ ഉള്ളൂ. നമുക്കിതിനൊരു ബാറ്റർ തയ്യാറാക്കാം കേട്ടോ. അതിനുവേണ്ടി മൈദ എടുക്കാം. മൈദ ഒരു 2 ടേബിൾ സ്പൂൺ. നമ്മൾ എന്തോരം ഉണ്ടോ ഇത് അതിനനുസരിച്ച് വേണം ബാറ്റർ. അപ്പം ഞാനിത് എത്രയല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ എത്ര എടുത്തത്. പിന്നെ അതിൻ്റെ പകുതി കോൺഫ്ലോർ, പിന്നെ മുളക് പൊടി, കളറിന് മതിയേ, എനിക്ക് വേണ്ട. പിന്നെ ഗരം മസാലപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം. വെള്ളം ഒഴിച്ച് നല്ല ഒരു ബജി ബാറ്ററൊക്കെ ഇല്ലേ അതേമാതിരി ഒന്ന് എടുക്കാം. നമ്മളിത് അതിനകത്ത് മുക്കിയെടുത്ത് പൊരിക്കാവുന്ന രീതിയിൽ. ഉപ്പിട്ടില്ല മറന്നുപോയി. ഉപ്പ്, വെള്ളം ഒഴിക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട്, ഇടാം. ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ലാസ്റ്റ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുന്നുണ്ട് കേട്ടോ. കൈ കൊണ്ട് തന്നെ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കാം. കുറച്ചുകൂടെ വെള്ളം വേണം. അപ്പോൾ ഒന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് 10-15 മിനിറ്റിന് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഐറ്റം തന്നെയാണ് ഈ കോളിഫ്ലവറിൻ്റെ ഫ്ലവർ മഞ്ചൂരിയൻ. അപ്പോൾ ഇത് നമ്മൾ ബാറ്റർ തയ്യാറാക്കിയല്ലോ. ഇനി നമുക്ക് ഫ്ലവർ ഇതിനകത്തോട്ടിട്ട് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കാം. അപ്പോൾ കണ്ടല്ലോ, ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. ഇങ്ങനെയൊന്ന് ഇങ്ങനെയാണ് മുങ്ങിയിരിക്കേണ്ടത്. നമ്മൾ എടുത്തിടുമ്പോൾ ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ ഇതേപോലെ നമുക്ക് മുഴുവൻ പുരട്ടിയെടുക്കാം. ഇനി നമുക്ക് ഇതേപോലെ ഒരു ക്യാപ്സിക്കം വേണം. ക്യാപ്സിക്കം ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. ക്യാപ്സിക്കം, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി, ഒരു ഉള്ളി, മല്ലിയില. ഇത്ര ഐറ്റംസാണ് വേണ്ടത്. മല്ലിയില ലാസ്റ്റ് ഇട്ടാൽ മതി. ഇതുപോലെ ഉള്ളി ഒന്ന് അരിയാം, ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിയാം, ക്യാപ്സിക്കം ഒരു ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. വറുത്തെടുക്കാം. അതിന് ആവശ്യത്തിന് ഡീപ്പ് ഫ്രൈക്ക് വേണ്ട എത്ര എണ്ണ ഒഴിക്കാം. ഇനി ഇത് കുറേശ്ശെ ഇട്ട് നമുക്ക് പൊരിച്ചെടുത്ത് വയ്ക്കാം. അപ്പോൾ ഇത് ഇവിടെ നന്നായിട്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇതെല്ലാം ഇവിടെ പൊരിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ബാക്കി വന്ന മാവാണ് കേട്ടോ. അതിനകത്തോട്ട് ഞാൻ കുറച്ച് കോൺഫ്ലോറോട് ഇട്ടിട്ട് ഒരു ഇച്ചിരി തിക്കായിട്ട് ഒന്ന് കലക്കി വയ്ക്കാം. നമുക്കത് ആവശ്യം വരും ലാസ്റ്റിൽ. അപ്പോൾ നമ്മൾ ഈ ബാക്കി വന്ന മാവ് ഇതുപോലെ കുറച്ച് കോൺഫ്ലോറോട് ഇട്ടിട്ട് തിക്കായിട്ട് ഒട്ടും ഒരു കട്ടയില്ലാതെ കലക്കി മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് മഞ്ചൂരിയൻ തയ്യാറാക്കാൻ തുടങ്ങാം. ഇഞ്ചി വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞു വെച്ചു. ക്യാപ്സിക്കം സവാള ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം തന്നെ റെഡിയാക്കി എടുക്കാം. ഒരു 5 മിനിറ്റ് മാത്രം മതി. ഞാൻ അടുപ്പിൽ വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ആദ്യം ഒന്ന് ഇട്ട് വഴറ്റിയെടുക്കാം. ക്യാപ്സിക്കം ഉള്ളി ഇട്ട് വഴറ്റാം. നന്നായിട്ടൊന്ന് വടക്കും. ഇനി ഇതിലേക്ക് കുറച്ച് ചില്ലി പൗഡർ ഇടാം. എരിയുള്ളത് വേണ്ട, കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അതിട്ടാൽ മതി. ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ റെസ്റ്റോറൻറ്റ് തട്ടുകട സ്റ്റൈലിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഫുഡ് കളറും ഇടാം. ഞാൻ ഫുഡ് കളറൊന്നും ചേർക്കുന്നില്ല കേട്ടോ, മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ച കോൺഫ്ലോർ നന്നായിട്ടൊന്ന് തിളപ്പിക്കാം.
ഇതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ്. ഒരു ടീസ്പൂണോളം പഞ്ചസാര മതി കേട്ടോ, ഒത്തിരി അങ്ങ് മധുരം വേണ്ട. സോയ സോസ് കുറച്ച് നന്നായിട്ടൊന്ന് ഇളക്കാം. ടൊമാറ്റോ സോസ് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കാം. നല്ല സ്റ്റൈലനായിട്ടുള്ള ഗ്രേവിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഫ്ലവർ ഇതിനകത്തോട്ട് ചേർത്ത് ഇളക്കിയെടുക്കാം. ഫ്രഷ് മല്ലിയില അങ്ങോട്ട് വിതറി കൊടുക്കാം. അത് നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യും. അങ്ങനെ നമ്മളും ഉണ്ടാക്കിയെടുത്തു നല്ല കൊതിപ്പിക്കുന്ന റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ, തട്ടുകട സ്റ്റൈൽ ഫ്ലവർ മഞ്ചൂരിയൻ, കോളിഫ്ലവർ മഞ്ചൂരിയൻ ഉണ്ടാക്കിയെടുത്തു. കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ആഹാ, അടിപൊളി. അപ്പോൾ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി അല്ലേ ഉണ്ടാക്കിയെടുക്കാൻ. എന്ത് ടേസ്റ്റാണ്, നല്ല കളറും നല്ല സ്റ്റൈലനായിരിക്കുന്നു. അപ്പോൾ അറിയാൻ വയ്യാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ, അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണേ. അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്